നമ്മൾ 6ാം ക്ലാസ്സിന്റെ ഹിന്ദി ടെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഹിന്ദി ടെക്സ്റ്റ് എടുക്കാം അല്ലേ. ഹിന്ദി ടെക്സ്റ്റിന്റെ ആദ്യത്തെ ചാപ്റ്ററിലെ ഇക്കായി ഫസ്റ്റ് ആ പാഠം ഒന്ന് എടുത്ത് നോക്കിക്കേ. അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. അക്ഷരങ്ങൾ നോക്കിക്കേ. ഖുലേ ദിൽസെ. ഖുലേ ദിൽസെ എന്ന് പറഞ്ഞാൽ എന്താ? തുറന്ന മനസ്സോടെ. നോക്കൂ, ഈ പാഠഭാഗം നോക്കിക്കേ. ഇതിനകത്ത് മൃഗങ്ങളെ കണ്ടോ? അവരെത്ര ഹാപ്പിയാണ്, എത്ര സന്തോഷവാനാണ് നോക്കിക്കേ. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? തോത്ത, ജിറാഫ്, ചിടിയ കണ്ടോ? ഇവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നോക്കിക്കേ, സബ് ഖുശി ഹേ. എന്തുകൊണ്ടാ ഇതിനകത്ത് അങ്ങനെ പറഞ്ഞേക്കുന്നത്? ഈ ഭാഗത്ത് സബ് ഖുശി മേ ഹേ. ക്യോ? എന്തുകൊണ്ടാണ് സബ് ഖുശിയ എന്ന് പറഞ്ഞേക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത്. അതാണ് പറയുന്നത്. എന്താണ്? സബ് ഖുശി ഹേ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നോക്കിക്കേ, അടുത്ത ഭാഗത്ത് എന്താ നോക്കിക്കേ. ഒരു ചെറിയ കുഞ്ഞു കുട്ടി കവിത. എന്താണ് കുട്ടി കവിതയ്ക്കകത്ത്? അതിനകത്ത് ആ കവിതയുടെ പേരെന്താണ്? അതിനകത്ത് എന്താണ്? പാഠത്തിന്റെ പേരെന്താണ്? നീലി ചിടിയ. കണ്ടോ? നീലി ചിടിയ എന്ന് വെച്ചാൽ എന്താണ്? നീല പക്ഷി. നീല നിറത്തിലുള്ള പക്ഷിയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഈ കുട്ടി കവിത ആരാണ് എഴുതിയേക്കുന്നത്? ഈ കവിത എഴുതിയേക്കുന്നത് ഹരിവംശ റായ് ബച്ചൻ. കേട്ടോ? അപ്പോൾ നീലി ചിടിയ എന്നുള്ള ആന്റി ഒന്ന് വായിക്കട്ടെ. പാഠം വായിക്കാമേ. നീലെ ആസമാൻ സേ ഉത്തരി नीली एक निराली चिड़िया गाते उठने वाली चिड़िया उड़ती गाने वाली चिड़िया इस फुनगी से उस फुनगी पर उठकर जाने वाली चिड़िया. മനസ്സിലാകുന്നുണ്ടോ? इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िया फर फड़काकर नीचे आकर दाना खाने वाली चिड़िया दाना खाकर फर फड़काकर चट उठ जाने वाली चिड़िया. നമുക്ക് ആദ്യ ഭാഗം നോക്കാം അല്ലേ. ആദ്യത്തെ 4 ലൈനിന്റെ നമുക്ക് അർത്ഥം നോക്കിയാലോ. ആദ്യത്തെ 4 ലൈൻ എന്താണ്? നീലെ ആസമാൻ സേ ഉത്തരി. നീലെ ആസമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല ആകാശം. നീല ആകാശത്തിൽ നിന്ന് നീലി ഏക്ക് നിരാലി ചിടിയ. നീലി ഏക്ക് നിരാലി ചിടിയ. നീല നിറത്തിലുള്ള ഒരു അതുല്യമായ ഒരു പക്ഷി. ആ പക്ഷി എന്താ ചെയ്യുന്നേ? ഗാതി ഉട്നി വാലി ചിടിയ. പാട്ട് പാടുകയും താഴേക്കും മേലോട്ടും ഒക്കെ ഉത്തേ ഗാനെ വാലി ചിടിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ പക്ഷി പാട്ട് പാടുകയും ആകാശത്തോടെ മേളിലോട്ടും താഴേക്കും എല്ലാം പൊങ്ങി പാറി നടക്കുന്നു. അതാണ് കവിതയിൽ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത എന്താണ്? इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िया. എന്താണ്? ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക്, പിന്നെ ഓരോ ഇലയിൽ നിന്നും അടുത്ത ഇലയിലേക്ക് ചാടി 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 പാട്ട് പാടി നടക്കുന്നു പക്ഷി. फड़काकर नीचे आकर दाने खाने वाली चिड़िया दाने खाकर पर फड़काकर चट उठ जाने वाली चिड़िया. എന്താണ്? പെട്ടെന്ന് തന്നെ താഴോട്ട് വന്നിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം വേഗം കഴിച്ചിട്ട് ചടുഉട്ട് ജാനെ വാലി ചിടിയ. ചടുഉട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പക്ഷി പറന്നു പോകും. കണ്ടോ? ഇതിനകത്ത് ഒരു ചോദ്യം കണ്ടോ? ഈ പാഠഭാഗത്തിന്റെ ലാസ്റ്റ് ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹേ. എന്തുവാ? പക്ഷി ഒളിച്ചിരുന്ന് പാട്ട് പാടുക അല്ലേ.
അല്ലേ? ഇതിനകത്ത് അങ്ങനെ ഇട്ടേക്കുന്ന ചിക്കർ ഗാനെ വാലേ ചെടിയ. അതായത് ഒളിച്ചിരുന്നാണ് പക്ഷി പാട്ട് പാടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നത്? പക്ഷിക്ക് ആൾക്കാരെ പേടിയാണ് അല്ലേ? മറ്റുള്ളവരെ പേടിയായത് കൊണ്ടാണ്. അവർ ഉപദ്രവിച്ചെങ്കിലോ എന്നോർത്താണ് അത് ചിക്കർ ഗാനെ വാലേ ചിടിയ, ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നത്. കണ്ടോ? चिड़िया क्यों चिपकर गाती है? क्यों? क्योंकि उसको दूसरों को डर है, दूसरों का डर है, इसलिए चिड़िया चिपकर गाती है. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. ഓക്കെ, ബൈ.